അപ്പോൾ ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവരും വണ്ടികളൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് നോക്കുകയുള്ളൂ. ബമ്പർ ടു ബമ്പർ അങ്ങനെ എല്ലാ എൻഹാൻസ്മെൻറ്റ് കവേഴ്സുള്ള ഇൻഷുറൻസാണ് എല്ലാവരും പ്രിഫർ ചെയ്യണത്. പക്ഷേ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും കുറഞ്ഞ ഇൻഷുറൻസ്, കുറഞ്ഞ സം ഇൻഷുർഡ് അങ്ങനെ കുറേ വേദിച്ചിട്ടാണ് എല്ലാവരും എടുക്കണത്. പിന്നീട് ക്ലെയിം വല്ലതും വരുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അറിയണത്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ന്യൂലി ആയിട്ട് ഇറങ്ങിയ എല്ലാ ഇൻഷുറൻസിലും റൂം റെൻ്റ് ലിമിറ്റ് ഇല്ല, സർജറീസിന് ലിമിറ്റ് ഇല്ല, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കവർ ആവണം നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പരമാവധി എല്ലാവരും അങ്ങനത്തെ പ്ലാൻസ് എടുക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ സ്റ്റാർലത്തിലാണെങ്കിലും നമുക്ക് നല്ല ടോപ്പ് പ്ലാൻസ് ഉണ്ട്. നമുക്ക് കാര്യമായിട്ട് കട്ടിങ് അല്ല, അതേ കൺസ്യൂമേഴ്സിൻ്റെ കുറച്ച് കട്ടിങ് വന്നാലേ ഉള്ളൂ. അതും നമ്മുടെ ആശുപത്രിക്കാർ ബില്ല് ചെയ്യണ പോലെ ഇരിക്കും. ചിലപ്പോൾ 10 ഗ്ലൗസ് വേണ്ട സ്ഥലത്ത് ഒരു 50 ഗ്ലൗസ് അടിച്ച് കഴിഞ്ഞാൽ കമ്പനി എന്തായാലും അത് പേയബിളായിട്ട് കാണൂല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ കട്ടിങ് കൂടുതൽ വന്നത്. എല്ലാവരും വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാൻ കാരണം ബൈ ലോ അത് മാൻഡേറ്ററി ആയതുകൊണ്ട് മാത്രമാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് എല്ലാവരും നീക്കി വെക്കണത്. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ ഒരു ആശുപത്രി ചിലവ് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു 5 ലക്ഷം രൂപയുടെ ഒരു അഡ്മിഷൻ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരാന്നുള്ളൂ നമ്മൾ കൂട്ടി വെച്ച കാശല്ല. അപ്പോൾ എല്ലാവരും പരമാവധി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഇപ്പോഴാണെങ്കിൽ നമുക്ക് GSTയുടെ ഇളവും കൂടിയുണ്ട്. 0% GST ആണ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ വന്നത്. അപ്പം അതൊക്കെ അമ്പോ തേരും മോനെ മുതൽ പോണ കണ്ട. അപ്പോൾ 0% GST ആയതുകൊണ്ട് എല്ലാവരും പരമാവധി എടുക്കാൻ നോക്കുക ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.